ഈ ലോകത്തിന് വേണ്ടി എന്റെ ദൈവത്തെ ഞാൻ വിട്ടുതരത്തില്ല. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ പാപം തിരഞ്ഞെടുക്കുകയില്ല. ദൈവത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടത് കൊണ്ട് ഇനി എനിക്ക് പാപ വഴികൾ വേണ്ട, പാപത്തിന്റെ ഇച്ഛകൾ വേണ്ട, ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ട. എന്നെ എത്രത്തോളം മാടി വിളിച്ചാൽ അത് എനിക്ക് വേണ്ട. എനിക്ക് യേശു മതി. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊന്നും എനിക്ക് വേണ്ട. ഈ പകൽ എത്ര പേർ പറയും? ഇന്ന് പകലിൽ ഒന്ന് നോക്കിയേ, ഇന്നലകളിലെ പ്രാർത്ഥന ഉണ്ടോ? ഇന്നലകളിലെ വേദപുസ്തക പഠനമുണ്ടോ? ഇന്നലകളിലെ വിശ്വാസം ഉണ്ടോ? ഇന്നലകളിലെ പ്രത്യാശ ഉണ്ടോ? ഇന്നലകളിലെ ഭവനത്തിനകത്തുള്ള പ്രാർത്ഥന ഉണ്ടോ? ഇന്നലകളിൽ കുടുംബമായി ദൈവത്തെ ആരാധിച്ചവർ ഒന്നും രണ്ടുപേര് മാത്രം ഇന്ന് പല സഭകളിലും ദൈവത്തെ ആരാധിക്കുന്നു. മക്കളില്ല, മരുമക്കളില്ല, കൊച്ചുമക്കളില്ല, വഴിതെറ്റിപ്പോയി. എന്താ കാര്യമെന്നറിയാമോ? നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ ആഹാബ് ശ്രമിച്ചതുപോലെ ഇന്നലകളിൽ പ്രാർത്ഥിച്ച, വിശ്വാസത്തിൽ നിലനിന്ന, വിശുദ്ധിയിൽ ജീവിച്ച അനേക കുടുംബങ്ങളെ പിശാച് അവകാശം പറഞ്ഞ് ചീരത്തോട്ടമാക്കി കളഞ്ഞു, കൈപ്പുള്ള അനുഭവങ്ങളാക്കി കളഞ്ഞു. ഈ പകൽ സഭയെ നോക്കി ദൈവാത്മാവ് ഒരു ദൂത് പറയുകയാണ്. സന്തോഷമുള്ള, സമൃദ്ധിയുള്ള, നന്മയുള്ള ആലയത്തെ ഭിന്നിപ്പിക്കുവാൻ, കയ്പ് കൊണ്ടുവരുവാൻ, ഭിന്നത കൊണ്ടുവരാൻ, ഇടർച്ച കൊണ്ടുവരാൻ ശത്രു ശ്രമിക്കുന്ന പദ്ധതികളെ ഈ പകൽ അകത്തെ കണ്ണു തുറന്ന് കണ്ട് ദൈവസഭ അതിനെ ക്യാൻസൽ ചെയ്യുക. ഈ പകൽ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. സഭയ്ക്കെതിരെ ശത്രു ഇന്ന് പകൽക്കാലം വെല്ലുവിളിക്കുമ്പോൾ ചീരത്തോട്ടം ആക്കാമെന്ന് പറഞ്ഞ്, മുന്തിരിത്തോട്ടം വേണമെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഈ പകൽ വിളിച്ചു പറ, ഞങ്ങളുടെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ നിനക്ക് വിട്ടു തരത്തില്ലടാ.